അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസെ, ഞാനിപ്പോൾ വന്നേക്കണ ഒരു 10-13 പഞ്ചായത്തിലെ പാവപ്പെട്ട കുറേ പൊതുജനങ്ങളുടെ തൊണ്ട അനയ്ക്കണ ഒരു പ്രശ്നമായിട്ട് ഞാൻ വന്നതാണ്. അതിൻ്റെ കൂടെ താങ്കൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഓഫ് റോഡിൻ്റെ സാധ്യതകൾ താങ്കൾ ഇവിടെ വന്ന് നോക്കിയാൽ താങ്കൾക്ക് കൃത്യമായിട്ട് ആ സാധ്യത ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയോ കാണാണ്ട് പോവുകയോ ചെയ്തത് 1246 കോടി രൂപയുടെ ഒരു കേസാണ് ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ സംയുക്തമായിട്ട് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ചെയ്താണ്. നമ്മുടെ മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കുഴിച്ചിട്ടേക്കണതാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്ററും 1 കിലോമീറ്ററിന് മേളിലായിട്ട് ഇങ്ങനെ 6-7 എത്ര മാസമായി? 6-7 മാസം മിച്ചം. 6-7 മാസം മിച്ചമായിട്ട് ഇങ്ങനെ ദേ കിടക്കണം. ഈ കണ്ടോ, ഈ കുഴി കണ്ടോ? ഈ കുഴി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടെ വീണവനെ പിന്നെ തിരിച്ച് കയറ്റണ ഏണി വെച്ച് കയറാനേ പറ്റുള്ളൂ ഈ മേളിലേക്ക്. ഇത് നോക്ക്, ഇത്രയും പൊക്കത്തിൽ ഇതുപോലെ ഈ പറഞ്ഞ 1 കിലോമീറ്ററിൽ ഗ്യാപ്പിട്ട് ഇങ്ങനെ ഈ പരിപാടി നടക്കുകയാണ്. അപ്പം നിങ്ങളിത് എന്നും കാണണ്ട. ഇത് പറഞ്ഞ് ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാഴ്ച എനിക്ക് ചില തിരക്കായതുകൊണ്ടാണ് ഇത്ര ശോചനീയാവസ്ഥയായെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ വലിയ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. മഴ ചെയ്തത് മൊത്തം ശോചനീയമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇവർ ഇതെന്നെ ചെയ്യാത്തതിൻ്റെ ഇതിപ്പോൾ പറയുന്നവർക്ക് ഫണ്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഫണ്ടില്ല, ബാക്കി ചെയ്യാൻ ഇപ്പം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ് അവർ വിട്ടുപോയത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് ഫണ്ട് കിട്ടിയായിരുന്നു, അത് വെച്ചാണ് ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. അവരുടെ കാശില്ല. അപ്പോൾ അവർ ഇട്ടേച്ചും പോയി. അവർ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മൊത്തം ഇത് 1246 കോടി രൂപയുടെ 1250 കോടി എഴുതിയിട്ടുണ്ട്. 1250 കോടി എന്ന് പറഞ്ഞ് ഫ്ലെക്സ് എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എത്ര കോടി ആർക്കൊക്കെ കിട്ടി? ഇതിപ്പോൾ അത് ആർക്കെങ്കിലും കിട്ടിയ കോടികൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണോ ഇതിന്റെ പണി നടക്കാത്തതെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാൻ പാടില്ല. ഇതിന്റെ പരിപാടിയൊന്നും അറിയത്തില്ല. ഇതൊക്കെ കേൾക്കാമോ? ഞാനൊന്ന് മൈക്ക് വെച്ചോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയാണ് ഇതെല്ലാം കുഴിച്ചിട്ട് 500 മീറ്റർ ഈ പോകുമ്പം ഇതിൻ്റെ കുഴി മൂടിയിട്ട് പോകാമെന്ന് കണ്ടൊക്കെ പറഞ്ഞായിരുന്നു. 500 മീറ്റർ കഴിയുമ്പോൾ ടാർ ചെയ്തേക്കാന്ന് അവർ പറഞ്ഞേക്കുന്നത്. പോവാ ഇപ്പം എന്നിട്ട് അകത്ത് പൈപ്പുണ്ട്, പക്ഷേ ഇത് ടാറിങ് കിടക്കണല്ലോ. ആരും ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം വെക്കാനുമില്ല. ഇത് നോക്കുക, നിങ്ങൾ നോക്കുക. ഇത് ശബരിമല റൂട്ടാണ്. ഏതൊക്കെ ജില്ലയിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും വന്ന് ശബരിമലയ്ക്ക് പോകേണ്ട ഒരു മെയിൻ റൂട്ടാണിത്. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഒന്നാമത്തെ കാര്യം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കയറി വന്നവരൊക്കെ നല്ല വഴിക്ക്, നമ്മൾ ആരാണെങ്കിലും നല്ല വഴി നല്ല റോഡ് നോക്കിയാണ് പോകുള്ളൂ. ഈ ടാറിങ് ഭാഗത്തോടെ കയറി എല്ലാവരും കൂടെ വരും. ആ വളവി വന്ന് ഇവിടെ വരുമ്പോൾ ഇവിടുത്തുകാരൻ അറിയില്ല, ഇവിടുന്ന് വന്നവൻ അറിയില്ല, അവിടുന്ന് ഒരുത്തിന് ഇങ്ങനെ ഓപ്പോസിറ്റ് കയറി നല്ല വഴി വരുവാന്നറിയില്ല. കൂട്ടിയിടിക്കാനായിട്ട് എത്ര ഇടി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 ഇടി ഈ അടുത്ത് ഇടയ്ക്ക് തന്നെ. ഇതിപ്പോൾ ആൾക്കാരുടെ ജീവനും ഈ പറഞ്ഞ വണ്ടികൾക്കും എല്ലാത്തിനും കംപ്ലൈൻ്റ് ആയിട്ട് നടക്കണം ഈ സാധനം. നിങ്ങൾക്ക് വേറെ വല്ലതും പറയാൻ്റെ പറഞ്ഞോ? ഞാൻ ഇവിടുത്തെ അല്ല, ഞാൻ സ്ഥലം ദൂരെയാണ്. നിങ്ങൾ ഇവിടെ എന്ന് കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. പറയാൻ്റെ പറഞ്ഞോ. എൻ്റെ വീട് തുടങ്ങുന്ന സ്ഥലത്താണ്. ഞാനൊക്കെ തൊടുവഴിക്ക് പോകണമെങ്കിൽ ഇപ്പം 4 കിലോമീറ്റർ അപ്പുറം കരിങ്കുന്നും കൂടി ആ വഴിക്ക് 4 കിലോമീറ്റർ അധികം പോയിട്ടാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല എല്ലാവരും ഈ മാതിരി വിലയൊക്കെ ഉള്ളപ്പം അല്ലേ വണ്ടി കൊണ്ട് അപകടം ഉണ്ടെങ്കിൽ മരിക്കുന്നതിലും ഭേദമല്ലേ? അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുള്ളൂ. അതിൻ്റെ അകത്ത് വേറെ ഇതിൻ്റെ അകത്ത് ഈ എന്തെങ്കിലും അഴിമതിയോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വല്ല ആരെങ്കിലും വല്ല അറിയത്തില്ല, കാണാതിരിക്കില്ല. അല്ലാണ്ട് പിന്നെ രക്ഷയില്ല. 1246 കോടി രൂപയിൽ കേന്ദ്രം കൊടുക്കാനുള്ള ആദ്യം ഗഡുവൊക്കെ കൊടുത്തു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോടെ മുഴുവൻ പൈപ്പ്. അപ്പോൾ ഇതെന്ന് ഈ പറഞ്ഞ പോലെ ഈ കാണിച്ചിട്ടേക്കണ ഈ തോന്നിവാസം അവിടെ മീനച്ചിൽ പഞ്ചായത്തിലുള്ള 13 പഞ്ചായത്തിലുള്ള അവരെ എവിടെയെങ്കിലും അവിടെ എന്തെങ്കിലും വല്ല കിണറ്റിലൊക്കെ പോയി ഇനിയിപ്പോൾ കുടിക്കുക രക്ഷയുള്ളൂ. അവർക്ക് വെള്ളമൊന്നും കിട്ടാൻ പോകില്ല. അവിടെയുള്ളവർ മീനച്ചിൽ താലൂക്കിലുള്ള 13 താലൂക്കിലെയും അവർ മറ്റേ ഇതാണ് ഒരു രീതിയിലും രക്ഷയില്ല. അവർക്ക് വെള്ളം കിട്ടാനുള്ള പരിപാടിയില്ല. ഇത് ഉള്ള കെട്ടും കിടക്കെടുത്തോണ്ട് ഇത് ഹൈദരാബാദുകാരന് കണ്ടായിരുന്നു തോന്നുന്നു. ആ പുള്ളി എടുത്ത് ഉള്ള കോൺട്രാക്ടറെ ഇവിടുന്ന് പൈസ കിട്ടാണ്ട് ഒളിച്ചോടി. എത്ര ആൾ ഈ പൈസ ഇല്ലാണ്ട് ആൾക്കാർ പണിയും സ്വന്തം കാശെടുത്തത് അവൻ പിച്ചച്ചട്ടിയായി കാണും. ഹൈദരാബാദിൽ അവൻ്റെ ഇടപാടും തീർന്നു. മീനച്ചിൽ താലൂക്കിലുള്ള 13 താലൂക്കിലെ അവരുടെയും വെള്ളക്കാരും അവരോടും കൂടിയാണ് നിങ്ങൾ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം അവിടുന്ന് കുടിക്കാനുള്ള പരിപാടി നോക്കുക. അതിൻ്റെ കൂടെ ഇവിടെ ഈ മുട്ടങ്കാർക്കെന്നല്ല കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും തന്നെ ഇവർക്ക് ഈ റോഡ് ഈ 1 കിലോമീറ്ററോളം റോഡ് 6-7 മാസമായിട്ട് ഈ നശിപ്പിച്ചിട്ടേക്കണം. ആരെങ്കിലും ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റി ഏൽക്കില്ല എന്ന് പറഞ്ഞു. ഈ PWD എന്നാ വെച്ചാൽ ഇത് ചെയ്തു കൊടുക്കുക, അല്ലാണ്ട് ഇവിടെ അപകടങ്ങൾ തുടർക്കഥയായിട്ടിരിക്കുക. ഇതൊന്ന് പറയാനായിട്ട് വന്നാണ്. പറ്റിയാലേ ഒന്ന് ചെയ്തു കൊടുക്കുക. 6-7 മാസമായി. ഓക്കെ, എന്നാൽ ശരിയല്ലേ? എന്നാൽ ഓക്കെ, ഞങ്ങൾ പോവാം. ഇവർ വിളിച്ചിട്ട് വന്നാണ്, അതുകൊണ്ടാണ്. ഓക്കെ.